നമുക്കിന്നൊരു മാങ്ങക്കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് പഴുത്ത മാങ്ങ മിക്സിയിൽ അരച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അരച്ചിട്ട് ആ വഴി തന്നെ ഉണക്കേ ചെയ്യാം. അതല്ലാതെ ഇതേപോലെ ഒന്ന് മാങ്ങ പഴുപ്പൊന്ന് ജസ്റ്റ് വേവിച്ചിട്ട് നമുക്ക് ഇത് വെയിലത്തുണക്കി മാങ്ങത്തരി ഉണ്ടാക്കാം. അപ്പം ഞാൻ കുറച്ച് വേവിക്കാതെ ഉണ്ടാക്കിയത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ മധുരം മാങ്ങയുടെ മധുരം തന്നെയാണ്. ഞാൻ വേറെ മധുരമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഒരു ലേശം 2 നുള്ള് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഒരുപാട് കുറുകൊന്നും വേണ്ട. അപ്പോൾ ഏതാണ്ട് പരുവായിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരല്പം നെയ്യ് ചേർക്കുന്നത്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹാർഡാവുന്നുണ്ട് ഇങ്ങനെ ഉണങ്ങി വരുന്നത്. അപ്പോൾ ഹാർഡാവാതിരിക്കാൻ നെയ്യ് ചേർത്താൽ പറ്റുമോ അറിയാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്തേക്കണത്. ഒരു പരീക്ഷണം മാത്രം. എന്തായാലും ഉണക്കി നോക്കട്ടെ എന്നിട്ട് പറയാം. ഇത് ഞാൻ വേവിക്കാതെ ഉണക്കിയ മാങ്ങത്തരയാണ് കേട്ടോ. ഇതിത്തിരി ഹാർഡാണ്. നമുക്ക് ഈ മാങ്ങത്തര സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ വെച്ച് ഒന്ന് പരത്തിയിട്ട് വെയിലത്തുണക്കിയെടുക്കാം. അപ്പം നമ്മുടെ മാങ്ങത്തര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് കനം കുറവാണ്. അത് കാരണം കൊണ്ട് ഇത് കുഴപ്പമില്ല. എന്നാലും ഇതേപോലെ റെഡിയാക്കി എടുക്കുക. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കേ.